Hello, welcome to the new episode of Film Fans Media. Okay, സോ കുറച്ച് നാളായിട്ട് നമ്മൾ മിസ്സിങ് ആയിരുന്നു. നമ്മൾ ചാനലിൽ കണ്ടൻസ് ഒന്നും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ബിസി ആയി പോയി. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കംബാക്ക് എടുത്തിരിക്കുകയാണ്. ഇനി സ്ഥിരമായിട്ട് ഡെയിലി നമ്മൾ കണ്ടൻസ് വരുന്നതായിരിക്കും. നമ്മൾ എല്ലാ ടൈപ്പ് സിനിമാ വിശേഷങ്ങളും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഡെയിലി നിങ്ങൾക്ക് വേണ്ടി പുതിയ വാർത്തകളും പുതിയ ന്യൂസ് സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തഗ് ലൈഫ്, കമൽഹാസനും മണിരത്നവും നീണ്ടൊരു ബ്രേക്കിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷം വരികയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തഗ് ലൈഫ്. അവർ മുന്നത്തെ ഒരു കൊളാബറേഷൻ നമുക്കറിയാലോ, നായകൻ, ഒരു എപ്പിക് ക്ലാസിക് മൂവിയാണ് നായകൻ. അതിൻ്റെ ഒരു സീക്വലാണോ എന്ന് ആ ഒരു ക്യാരക്ടർ മാത്രമാണോ എടുത്തിരിക്കുന്ന അറിയില്ല. രംഗരായ ശക്തിവേർ നായ്ക്കർ കമൽഹാസൻ്റെ ആ ഒരു പവർഫുൾ ഗാങ്സ്റ്റർ കഥാപാത്രം എടുത്ത് ഒരു സീക്വൽ പോലെ എടുത്തിരിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ. അതാണ് ഒരു ഷോർട്ട് ഫോമായിട്ട് നമുക്ക് തഗ് ലൈഫിനെ കുറിച്ച് പറയാൻ പറ്റാം. ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് പടത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞു, ഓഡിയോ ലോഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി ജൂൺ 5-നാണ് അതിൻ്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രെയിലർ ഇറക്കിയിട്ടുണ്ട്. ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ അമേസിങ് ട്രെയിലർ, ഒരു മണിരത്നം ടച്ച് ഉള്ള ട്രെയിലർ വിത്ത് AR റഹ്മാൻ മ്യൂസിക്സ്. അതാണ് എന്ത് തഗ് ലൈഫ്. സോ ഒരുപാട് പ്രോമിസിങ് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് മണിരത്നം, കമൽഹാസൻ, AR റഹ്മാൻ. ഈ മൂന്ന് ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരു മിനിമത്തേക്കാൾ മുകൾ ഗ്യാരണ്ടി നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം STR, തൃഷ, പിന്നെ അശോക് ചെൽവൻ, ജോജു ജോർജ്, നാസർ, അങ്ങനെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു വൺ സ്റ്റാർ കാസ്റ്റ് തന്നെ ഇതിലുണ്ട്. ട്രെയിലറും വളരെ പ്രോമിസിങ് ആയിരുന്നു. നമുക്കൊരു ഡി-ഏജിങ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കമൽഹാസൻ്റെ ഒരു പോർഷൻസിനൊക്കെ. കമൽഹാസൻസും വ്യത്യസ്ത ഗെറ്റപ്പിൽ അതിൽ വരുന്നുണ്ട്. കമൽഹാസനും അതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. രാജ് കമൽ ഫിലിംസ് ഉണ്ട്, മദർ സ്ട്രാക്കീസ് ഉണ്ട്, പിന്നെ റെഡ് ജൈൻസും. ഇവരൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസർ വരുന്നത്. അപ്പോൾ ട്രെയിലർ സൂചിപ്പിക്കുന്നത് ഒരു പടം കയറി കൊളുത്തും എന്നുള്ളൊരു വൈബാണ് നമുക്ക് തരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിലറിലെ പല പോർഷൻസും നമുക്ക് സ്റ്റോറി പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ചെക്കച്ചിവന്തവാനം, മണിരത്നത്തിനെ ചെക്കച്ചിവന്തവാനം, ബ്യൂട്ടിഫുൾ ഫിലിം. കാണാത്തവരുണ്ട്, കണ്ടോട്ടോ, നല്ല അടിപൊളി ഫിലിമാണ്. ആ ഒരു എന്താ പറയുക, ഫാദറിൻ്റെ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടി, ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ഫാദറിന് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 3 മക്കൾ നടത്തുന്ന ആ ഒരു മത്സരമാണ് ഇത്. അതിൻ്റെ ഒരു കോർ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് അതാണ് തോന്നിയത്. ഒരു അച്ഛൻ മകൻ ഒരു റൈവൽവറിയുടെ ഒരു കഥ പറയുന്ന പോലെ തോന്നുന്നുണ്ട്. നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ജൂൺ 5-ന് പടം വന്നാലാണ് നമുക്ക് ഫൈനലായിട്ട് എന്താണ് മണിരത്നവും കമൽഹാസനും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ റിട്ടൺ ബൈ കമൽഹാസൻ ആൻഡ് മണിരത്നമാണ്. രണ്ടുപേരും കൂടിയും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് ആണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എത്രത്തോളം നമ്മൾക്ക് സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ജൂൺ 5 കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ജൂൺ 5 വരികയും ചെയ്യും. ബാക്കി പടങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ചാനലിൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ്, like and comment. Okay.